ഞാൻ ഡോക്ടർ സുബിൻ, മങ്കട ലൈഫ് ലൈൻ ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, പല്ല് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവർക്ക് പല്ല് വെച്ച് കൊടുക്കേണ്ട രീതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പല്ല് നഷ്ടപ്പെടുന്ന പല രീതികളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വഴി പല്ല് പൊട്ടി പോവുക, അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ നമുക്ക് ആ പല്ല് തന്നെ റൂട്ട് കനാൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ ആ പേഷ്യൻ്റ് എന്നോട് ചോദിക്കാറുണ്ട്, ആ പല്ല് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൂടാ. ഈ എടുത്ത് കളഞ്ഞിട്ട് വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ പല്ലെടുത്തൊരു ഭാഗമാണ് ഇത് എന്ന് കരുതുക. ഇവിടെ ഇപ്പോൾ പല്ലില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പല്ലും ചെറുതാക്കും, ഈ പല്ലും ചെറുതാക്കും. അതായത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള 2 പല്ലുകൾ നമ്മൾ ചെറുതാക്കിയതിന് ശേഷം ഇങ്ങനെ 3 പല്ലായിട്ട് വെച്ച് കൊടുക്കും. അതല്ല, വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ സ്ക്രൂ നമ്മൾ മോണേൻ്റെ ഉള്ളിലേക്ക് അല്ല എല്ലിൻ്റെ ഉള്ളിലേക്ക് കൂടി ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ പല്ല് വയ്ക്കുക. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ പല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് ഇങ്ങനെ ഊരി വെക്കുന്ന രീതിയിൽ അതിൻ്റെ അളവെടുത്തതിന് ശേഷം നമ്മൾ അതേതായ ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഉണ്ടാക്കി നമുക്ക് തന്നെ അയച്ചു. ഇതാണ് ഊരി വെക്കുന്ന രീതി. ഒരു ഫുൾ മൗത്തിലേക്ക് നമുക്കിത് വെക്കാൻ കഴിയും. ഇതേപോലെ തന്നെ നമുക്ക് ഇംപ്ലാന്റും ചെയ്യാൻ സാധിക്കും. ഊരി വെക്കുന്ന രീതിയിൽ 2 ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലെക്സിബിൾ, അതായത് കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ്, പിന്നെ മറ്റേത് പറഞ്ഞാൽ കമ്പിയുള്ള ടൈപ്പ്. ഊരി വയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ അണ്ണാക്കിലേക്കൊക്കെ ഒരു പ്ലേറ്റ് പോലെ ഉണ്ടാവും. പക്ഷേ ഫിക്സഡ് രീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു പല്ലിൻ്റെ ഷേപ്പ് മാത്രമേ നമുക്കിങ്ങനെ ചുറ്റും ഒരു പല്ലിൻ്റെ ആർച്ച് പോലെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇംപ്ലാന്റ് ചെയ്യുന്ന പല്ലുകളിൽ തികച്ചും നമ്മൾ മോണേൻ്റെ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലാന്റുകൾ 2 വെച്ചതിന് ശേഷം ഇങ്ങനെ 2 പല്ലുകളായിട്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്.